إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدِ الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാഴ്ചയോളമായി മഴ കാരണം നമ്മുടെ മക്കൾ സ്കൂളുകളിൽ പോകാതെ വീടുകളിൽ കഴിയുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലരെങ്കിലും തമാശക്കെങ്കിലും ചോദിച്ചു, അത് നേരത്തെ ഒരാഴ്ച ലീവാണെന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടിയൊക്കെ എളുപ്പമായിരുന്നു എന്നൊക്കെ തമാശക്കെങ്കിലും വീടുകളിൽ സംസാരം വന്നു. മക്കള് മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നൊരവസ്ഥ, അല്ലെ? നാളെ മഴയായിരുന്നെങ്കിൽ
എന്നൊക്കെ പറയുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാനും നമ്മൾ അതിനെയൊക്കെ ഒരു സന്തോഷമായും ആഹ്ലാദവുമായൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്? ഒരു അവധി ദിവസത്തെ സന്തോഷമായി മക്കൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഈ മഴ കൊണ്ട് ഉണ്ടായ പ്രയാസങ്ങളൊന്നും നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്കോ നമ്മുടെ ജീവിതത്തിലേക്കോ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ മക്കളെ ബോധവാന്മാരാക്കണം. മക്കളെ ചാരിയിരിക്കണ മക്കളൊക്കെ സൊഫിലേക്ക് കയറിയിരിക്കും. മാഷാ അല്ലാഹ്, നല്ല കുട്ടികളാണ്. പറഞ്ഞപ്പോൾ തന്നെ കയറിയിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അങ്ങനെ കയറിയിരുന്നോ? ഇനി പറയിപ്പിക്കരുത്. നോക്കിയേ, ആ ഒരു വിഷയത്തിൽ നമ്മുടെ മക്കളൊക്കെ ബോധവാന്മാരായിരിക്കണം. ഒരിക്കലും കളിക്കാനോ ആനന്ദത്തിനോ ഏതെങ്കിലും നിലക്ക് യാത്രകൾ പോകാനോ വേണ്ടിയല്ല ഈ അവധികൾ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലൊക്കെ അവിടെ തട്ടുകട നടത്തിയിരുന്നൊരു മനുഷ്യൻ പറയുന്ന വാചകമുണ്ട്. ഞാനിങ്ങനെ വെള്ളം കയറി, ആ വെള്ളം പുഴ കവിഞ്ഞിങ്ങനെ ഒഴുകിയപ്പോ എൻ്റെ സ്ഥാപനത്തിന്റെ അടിയിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇറങ്ങും. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു വന്നപ്പോ എൻ്റെ ആ സ്ഥാപനം പോലും അവിടെ ഇല്ല. എൻ്റെ എല്ലാം പുഴ ആ വെള്ളത്തിലൂടെ ഒലിച്ചു പോയിട്ടുണ്ട്. ഒരാളുടെ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് അയാളുടെ ഉപജീവന മാർഗമാണ്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ താൻ ജീവിച്ചിരുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല എന്ന് നേരിട്ടറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ വേദന അത് എത്രയായിരിക്കും? നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കച്ചവട സ്ഥാപനം, അതൊരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. നമ്മൾ വച്ച വീട് അല്ലെ, ഗൾഫിന്റെ മരുഭൂമിയുടെ ചൂടിന്റെ പലതും നമുക്ക് പറയാനുണ്ട് നമ്മുടെ വീടിനെ കുറിച്ച് പറയുമ്പോ അല്ലെ. ആ വീട് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയാകുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ മനസ്സുകളിൽ ഉണ്ടാകുന്ന വേദന എത്രയായിരിക്കും? ഇതൊക്കെ അനുഭവിക്കുന്ന എത്ര മനുഷ്യന്മാരാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്നത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ നമുക്ക് ചില ഗുണപാഠങ്ങൾ അതിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്. ചില ഗുണപാഠങ്ങൾ ഇവിടെയും ചില ആളുകളൊക്കെ ചില യുക്തിപരമായ ചോദ്യങ്ങളൊക്കെ നടത്തുന്നത് കാണാൻ സാധിക്കും. എന്തേ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഉരുൾപൊട്ടൽ അവിടെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല? ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഈ ആളുകൾ ഇങ്ങനെ പറയുന്നില്ല. എന്തേ മനുഷ്യന്മാർക്കൊന്ന് നിസ്കരിച്ചാൽ, എന്തേ മനുഷ്യന്മാർക്കൊന്ന് ഖുർആൻ ഓതിയാൽ, എന്തേ അള്ളാനെ വഴിപ്പെട്ടവർക്കൊന്ന് ജീവിച്ചാൽ, ഇങ്ങനെയുള്ള ചിന്തകൾ അവരിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ഏത് കാലഘട്ടത്തിലും ന്യായങ്ങളും ന്യായീകരണങ്ങളും പറയുന്നവർ അള്ളാഹുവിനെ ധിക്കരിക്കാനും ദീനിനെ എതിർക്കാനുമുള്ള ന്യായങ്ങളും ന്യായീകരണങ്ങളും മാത്രമാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെ പറയുന്ന ആളുകൾ എന്തെങ്കിലും മതത്തെ അനുകൂലിച്ചു കൊണ്ടൊരു നിലപാട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പ്രശ്നം മതമാണ്, ഇവരുടെ പ്രശ്നം ദീനാണ്, ഇവരുടെ പ്രശ്നം ദുനിയാവിന്റെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമായി അവർക്ക് തോന്നുന്ന മതചിട്ടകളാണ്. ഇവിടെ നമ്മൾ ശരിക്കും തിരിച്ചറിയണം, ഒരു വിശ്വാസിക്ക് ഓരോ പ്രയാസങ്ങളും അവരുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ, ഓരോ വാർത്തകളും ഇങ്ങനെ കേൾക്കുമ്പോ അവർക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണപാഠം എന്താണെന്നറിയും? ഈരാറ്റുപേട്ടക്കാർ അവര് പറയുന്ന അനുഭവം എന്താ? 2018 പോലും ഞങ്ങൾക്ക് ഇങ്ങനൊരു വെള്ളം ഉണ്ടായിട്ടില്ല. അവിടുത്തെ പ്രായമായ ആളുകൾ പറഞ്ഞു 59 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്തേക്കണത്, ഇവിടെ കുറച്ച് വെള്ളം കയറിയേക്കണത്. അന്ന് പോലും ഇത്ര കയറിയിട്ടില്ല. 59 വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോരുത്തരും അനുഭവം പറയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ നമ്മൾ സേഫാണ് എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. എനിക്കൊരു കുഴപ്പമില്ലോ, എൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ലോ, നമ്മൾ ആരും ചിന്തിക്കേണ്ടതില്ല. ഇന്നലകളിൽ കയറാത്തിടങ്ങളിൽ ഇന്ന് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, പല പ്രയാസങ്ങളും അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നാളെ നമുക്കാണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊരു വിശ്വാസി എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട വാചകം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിൽ 155-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുന്ന ആയത്ത് എന്താണെന്നറിയോ? വലനബ്ലുവന്നകും
നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിൽ നിന്ന് ഒഴിവല്ല, ഞാനും നിങ്ങളും അതിൽ നിന്ന് ഒഴിവല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പേടികൊണ്ട്, വിശപ്പുകൊണ്ട്, ധനത്തിന്റെ കുറവുകൊണ്ട്, അതുപോലെ തന്നെ വസ്സമറാത്തി വിഭവനഷ്ടങ്ങൾ കൊണ്ട്, അതുപോലെ വൽ ഔഫുസി സ്വന്തത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, സ്വന്തത്തിന് അതുപോലെ വിഭവങ്ങൾക്കൊക്കെ നഷ്ടം സംഭവിപ്പിച്ചുകൊണ്ട് അല്ലാഹ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണെന്നറിയോ? ഏത് പ്രതിസന്ധികൾ തന്റെ മുമ്പിലൂടെ കടന്നു വന്നാലും ഇസ്ലാമിക അധ്യാപനങ്ങൾ വരച്ചു കാട്ടിയ രൂപത്തിൽ, അത് സാമ്പത്തിക രംഗത്താകട്ടെ, അത് ഈമാനികമായ ജീവിതത്തിന്റെ ശൈലികളിലാകട്ടെ, ഇസ്ലാം വരച്ച വിഭാവനം ചെയ്ത രംഗത്തിലൂടെ നടക്കുന്നവർക്ക് എന്തു വന്നാലും അവർക്കൊരു പ്രശ്നമില്ല. കാരണം നാളെ വീട്ടിൽ വന്ന് ക്യൂ നിൽക്കുന്ന പലിശക്കാരുടെ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ അവന്റെ മുമ്പിൽ ഉണ്ടാകില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ആർക്കെങ്കിലും കൊടുത്തു തീർക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെ പേറിക്കൊണ്ട് ഒരു വിശ്വാസി നടക്കുകയില്ല. പിന്നെയോ അവനെപ്പോഴും ഒരു മിതമായിട്ടായിരിക്കും ജീവിക്കുക. അവനെപ്പോഴും ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. അവനറിയാം ഇത് തീർന്നു പോകുന്ന ലോകമാണ്. അവനറിയാം തീരാത്ത ലോകത്തേക്കുള്ള യാത്രയുടെ വിഭവങ്ങൾ സമ്പാദിക്കാനുള്ള ഇടം മാത്രമാണ് ഈ ദുനിയാവ് എന്നത് അവനറിയാം. അങ്ങനെയായിരിക്കും അവൻ ജീവിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എങ്ങനെയാണ്? അതുകൊണ്ട് ഒന്നാമത്തെ പാഠം എന്താണ്? എന്നെയും പരീക്ഷിക്കും, നിങ്ങളെയും പരീക്ഷിക്കും. വയനാട്ടിലും ഈരാട്ടുപേട്ടയിലും അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും മാത്രമല്ല പരീക്ഷണങ്ങൾ കടന്നു വരിക. ഇന്നലെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്, ഒരു ബസ് ഇടിച്ചിട്ട് അല്ലെ. വല്യുമ്മാനെ എയർപോർട്ടിൽ ഉംറക്ക് കൊണ്ടുപോയാക്കി തിരിച്ചു വരുന്ന കുടുംബമാണ്. അതിൽ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിക്കുമ്പോ പ്രായഭേദമില്ലാതെ മരണം നമ്മെ കാത്തിരിക്കുന്നു. സമയമായാൽ തീരുമെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരും. ഈ പ്രയാസങ്ങളൊക്കെ കേൾക്കുമ്പോ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതും മനസ്സിനോട് ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യം, ഇതെനിക്കായിരുന്നെങ്കിൽ എന്റെ സമീപനം എങ്ങനെയായിരിക്കും? എന്റെ വീടാണ് ഒലിച്ചു പോയിരുന്നതെങ്കിൽ, എന്റെ സ്ഥാപനമാണ് ഒന്നുമില്ലാതെ ആയിപ്പോയിരുന്നതെങ്കിൽ, ഞാൻ ജീവിച്ചിരുന്ന ചുറ്റുപാടാണ് ഇല്ലാതെയായിരുന്നതെങ്കിൽ, അല്ലേ? വയനാട്ടിലെ ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോയപ്പോ അതെന്റെ ഗ്രാമമായിരുന്നെങ്കിൽ എന്റെ സമീപനം എന്തായിട്ടുണ്ടാകുമെന്ന് നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത് അതാണ്. അപ്പൊ ആലോചിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പൊ ഈമാനുള്ളവർക്ക് മാത്രം നല്ല സമീപനം ഉണ്ടാവുള്ളൂ. ഈമാനുള്ളവർക്കാണ് ഇതെന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അല്ലേ? അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും. അതുകൊണ്ട് റബ്ബേ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ സഹോദരങ്ങളെ. അല്ലാത്ത ഒരുത്തന് പറ്റൂല, കപടന് പറ്റൂല, നിഫാഖുള്ളവന് പറ്റൂല. കപടത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവന് സാധ്യല്ല. അവന് പേടിയായിരിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും, എന്റെ അവസ്ഥ എന്തായിരിക്കും, നാളിപ്പോ എങ്ങനെ കഴിച്ചുകൂട്ടും, എന്റെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും. അവൻ ചിന്തിച്ചത് ഇതൊക്കെ ഞാനാ കൊണ്ടെടുക്കണേന്ന്. അല്ല, ഒരാളാണെങ്കിലും 10 ആളാണെങ്കിലും 100 ആളാണെങ്കിലും നീയല്ല കൊണ്ടു നടക്കുന്നവൻ ഖജനാവിന്റെ ഉടമസ്ഥനായ റാസിഖായ അല്ലാഹയാണ്. ഇത് മനസ്സിലാക്കി ആ റബ്ബിൽ ഈമാൻ പൂർണ്ണമായി ഉൾക്കൊണ്ട് പരീക്ഷണങ്ങളെ കേൾക്കുമ്പോഴും നാളെ എനിക്കായിരിക്കും, അന്ന് എന്റെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ റബ്ബിനെ പൂർണ്ണമായി ബോധ്യപ്പെടുന്നിടത്ത്, എന്റെ മനസ്സിനെ സജ്ജീകരിക്കുന്നിടത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? പരീക്ഷണങ്ങളെ ഭയമുള്ളവരാകണം എന്നുള്ളതാണ്. പരീക്ഷണങ്ങളെ കുറിച്ച് പേടിണ്ടായിരിക്കണം. കാലിങ്ങനെ മുറിഞ്ഞു പോയവൻ നടന്നു പോകുമ്പോ, റബ്ബേ എന്റെ കാല് ഒരു പരീക്ഷണമായി മുറിഞ്ഞു പോയാലോ, ഒരു ഭയം ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞു പോയ സമൂഹത്തെ മഴ കൊണ്ട് ശിക്ഷിച്ചു എന്ന കൃത്യമായ വഹയിനെ മനസ്സിലാക്കിയപ്പോ, ആകാശത്ത് കാർമേഘം വട്ടമിടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താണ്? ഇന്നന്നാസ ഇദാ റഅു അൽ ഗൈമ ഫരിഹു.
കാർമേഘം കണ്ട് മഴ പെയ്യാൻ പോകുമ്പോ ജനങ്ങൾ ഇങ്ങനെ സന്തോഷിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ മുഖത്തിന് വ്യത്യാസമുണ്ട്. അവിടുന്ന് വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ജനങ്ങളൊക്കെ സന്തോഷിക്കുമ്പോൾ താങ്കൾ എന്താണ് ഇങ്ങനെ അസ്വസ്ഥനായിരിക്കുന്നത് പ്രവാചകരെ എന്ന് ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ആയിഷ, ആയിഷ, നീ അറിയണം, മാ യുഅ്മിനി, എന്നെ ഇത് നിർഭയനാക്കുന്നില്ല, എന്നെ ഇത് എനിക്ക് അമ്നി നൽകുന്നില്ല. കാരണം അയ്യകൂന ഫീഹി അദാബ്, ഇതിൽ അല്ലാഹ് ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലോ, ഇതിൽ അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടെങ്കിലോ, ഈ മഴ ഈ സമൂഹത്തിനുള്ള ശിക്ഷയായി ഭവിക്കുമെങ്കിലോ എന്ന പേടിയുണ്ട് ആയിഷ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ചുറ്റുപാടും വെള്ളത്താലും ചുറ്റുപാടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന രംഗങ്ങൾ വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കാണുമ്പോ അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്കിനിയും സാധിച്ചിട്ടില്ലെങ്കിൽ, ഇനിയും പഴയതുപോലെ ജീവിതത്തെ അലസമായി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? ഇത്രയധികം മുമ്പിൽ കണ്ടിട്ടും, പലരും വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടും, പലരും മണ്ണിന്റെ അടിയിൽ ശ്വാസം കിട്ടാതെ വീർപ്പ് പൊട്ടി മരിച്ചു എന്ന വാർത്ത നേരിട്ട് കണ്ടിട്ടും ഇനിയും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിനെന്തു പറ്റി? നമ്മുടെ ഹൃദയം എന്തേ ഇത്ര കട്ടിയായി പോയത്? സഹോദരങ്ങൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നുണ്ട്, അവിടുത്തെ അനുചരൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞ വാചകമാണ്, കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാഹ്, ഭൂമിയിൽ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് തടുക്കുന്ന രണ്ട് സംരക്ഷണങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതിൽ ഒന്ന് ഉയർത്തപ്പെടുകയും രണ്ടാമത്തേത് ഇവിടെ ബാക്കിയാവുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. അമ്മൽ മർഫൂഅ്, എന്നാൽ ഉയർത്തപ്പെട്ടത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നത്, ഈ ലോകത്തിന്റെ ഒരു സംരക്ഷണത്തെ അല്ലാഹു ഉയർത്തി എന്നതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. രണ്ടാമത്തേത് എന്നറിയോ? വഅമ്മൽ ബാഖി മിൻഹുമാ ഫലിസ്തിഗ്ഫാർ, രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ ആകുന്നു. രണ്ടാമത്തെ സംരക്ഷണം അത് ഇസ്തിഗ്ഫാർ ആകുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻഫാലിന്റെ 33-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അവരെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. വഅൻത ഫീഹിം, നബിയെ താങ്കൾ അവരുടെ കൂടെ ആകുന്ന സമയമുണ്ടല്ലോ, അവരെ നാം ശിക്ഷിക്കുന്നതല്ല. വമാ കാനല്ലാഹ്, അല്ലാഹു ആയിരിക്കുകയില്ല. മുഅദ്ദിബഹും, അവരെ ശിക്ഷിക്കുന്നതല്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലമത്രയും അവരെയും അല്ലാഹു ശിക്ഷിക്കുന്നതല്ല, അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നു ഭവിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ വാർത്തകളെല്ലാം നമ്മുടെ മുമ്പിലൂടെ വന്നിട്ടും സഹോദരങ്ങളെ, എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാറിന്റെ കരങ്ങൾ റബ്ബിന്റെ അടുക്കലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നത് നമ്മൾ ആലോചിക്കണം. നമ്മൾ പുതിയ വാതായനങ്ങളെ തേടി നടക്കുകയാണ്, നമ്മൾ പുതിയ അവസരങ്ങളെ തേടി നടക്കുകയാണ്. പ്രളയം ബാധിച്ചിടങ്ങളിൽ നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഇനി എന്ത് ചെയ്യുമെന്ന ആലോചനകളിലാണ് നമ്മൾ. സഹോദരങ്ങളെ, അവിടെയുള്ള പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ കത്താണിയാകാൻ എന്നെ കൊണ്ട് എന്ത് സാധിക്കും എന്നിടത്തേക്ക് ചിന്ത വരണം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സഹോദരങ്ങളെ, അതുകൊണ്ട് എപ്പോഴും തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ കരങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കണം. നോക്കി, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാം, അവർ ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നവർ കാണുന്നില്ലേ? സുമ്മലാ യതൂബൂന, പിന്നീട് അവർ തൗബ ചെയ്തു മടങ്ങുന്നുമില്ല. വലാഹും യദ്ദക്കറൂൻ, അതുപോലെ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നുമില്ല. എല്ലാ വർഷവും ഉണ്ട് വെള്ളപ്പൊക്കം, അല്ലെ, പ്രളയം,
അതല്ലെങ്കിൽ ഉരുൾപൊട്ടൽ. നമ്മളിങ്ങനെ കേൾക്കണം, ഓരോ വർഷം വരുമ്പോ ഓരോ സ്ഥലങ്ങൾ മാറി മാറി ഈ മെസ്സേജുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ സഹോദരങ്ങൾ, അള്ളാന്റെ ചോദ്യമാണ് അല്ലെ, എന്താണ്, എന്ത് നിങ്ങൾ തൗബ ചെയ്യണില്ലെന്ന്, എന്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതിലൊക്കെ നിങ്ങൾ ഉറ്റാലോചിച്ച് നിങ്ങളുടെ ജീവിതത്തെ എന്ത് നിങ്ങൾ മാറ്റാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കരങ്ങൾ ഉയർന്ന് ചെയ്തു പോയ പാപങ്ങളെ എടുത്തു പറയാൻ നമുക്ക് സാധിക്കണം. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇനി ഇതിങ്ങനെ ആവർത്തിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനൊരു അറുതിയില്ല സഹോദരങ്ങളെ, ഇതിന് അറുതിയില്ല. ഇനി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലാ തഖൂമു ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ ഹത്താ യുഖ്ബലൽ ഇൽമു. ലാ തഖൂമു, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂകമ്പങ്ങൾ ഇങ്ങനെ പെരുകുന്നത് വരെയും അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യുഖ്ബലൽ ഇൽമു, അതുപോലെ തന്നെ ഇൽമിനെ ഉയർത്തപ്പെടും, അതിങ്ങനെ പിടിക്കപ്പെടും, അറിവ് പിടിച്ചെടുക്കുന്നത് വരെയും അന്ത്യനാൾ സംഭവിക്കുകയില്ല. വതക്സുറുൽ സലാസിൽ, അതുപോലെ കുഴപ്പങ്ങൾ, പ്രകമ്പനങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. സമയം ഇങ്ങനെ ധൃതിയിൽ പോകുന്ന കാലഘട്ടം വരും, അതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അല്ലെ, സമയമൊക്കെ എത്ര പെട്ടെന്ന് പോണേ. വെള്ളിയാഴ്ചയൊക്കെ ദിവസം കണക്കിന് ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്നലെ വെള്ളിയാഴ്ചയായിട്ട് തോന്നാം, എത്ര പെട്ടെന്ന് മാസം കഴിയുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഇതൊന്നും ഇല്ലാന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റും? ഇതൊക്കെ നമ്മളിങ്ങനെ ലൈവില് ആളുകളോട് സംസാരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ആൾക്കാർ ചോദിക്കണേ, ഇന്നത്തെ ദിവസം വ്യാഴം ഒന്ന്, ഞാൻ ബുധനായിട്ട് വിചാരിച്ചേ. ചില ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടില്ല, സംസാരത്തിൽ തന്നെ പറയാറുണ്ട്, എന്ത്, ഞാനിന്ന് ബുധനായിട്ട് വിചാരിച്ചേക്കണേ. വ്യാഴായെന്ന് പോലും അറിയാത്ത രൂപത്തിൽ പെട്ടെന്ന് സമയം അവരിൽ നിന്ന് കടന്നു പോവുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ തന്നെയാണ് അന്ത്യനാളിന്റെ അടയാളങ്ങൾ. അതുപോലെ കുഴപ്പങ്ങൾ ഇങ്ങനെ പ്രകടമായി കൊണ്ടേയിരിക്കും. ഓരോ വിഷയങ്ങൾ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതുപോലെ അതുപോലെ ധാരാളം കണക്കിന് പ്രയാസങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ കൊലപാതകങ്ങൾ വർദ്ധിക്കും. അല്ലെ, കൊലപാതകങ്ങൾ ഇങ്ങനെ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കും ധാരാളം. എന്തിനാ കൊന്നെന്ന് കൊന്നവനും അറിയില്ല, എന്തിനാ ഞാൻ കൊല്ലപ്പെട്ടതെന്ന് കൊല്ലപ്പെട്ടവനും അറിയാത്ത രൂപത്തിൽ ഉണ്ടാകും. 1 രൂപ കൊടുക്കാത്തതിന് കൊന്നില്ലേ നമ്മുടെ നാട്ടിൽ, ചില്ലറ കൊടുക്കാത്തതിന് കൊന്നില്ലേ, മാറി നിക്കടാന്ന് പറഞ്ഞതിന് കൊന്നില്ലേ, അല്ലെ, എന്ത് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന് ചോദിച്ചതിന് അടിച്ചില്ലേ, തല്ലിയില്ലേ, മരിച്ചുപോയില്ലേ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയൊക്കെയുള്ള നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കൊലപാതകങ്ങൾ പോലും ഉണ്ടാകുന്ന അവസ്ഥ. സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ജനങ്ങൾ ഇങ്ങനെ ആ സമ്പത്ത് ഇങ്ങനെ ദുർവ്യയം നടത്തുന്ന സമയം വരും. അല്ലേ, എന്ത് ചെയ്യണം എന്നറിയില്ല. ആ സമ്പത്ത് ഇങ്ങനെ അത് എല്ലാത്തിനും വേണ്ടി ദുർവ്യയം നടത്താം. ആവശ്യമുള്ള കാര്യമാണോ? അല്ല. അനാവശ്യങ്ങൾക്ക് സമ്പത്ത് ദൂർത്തടിക്കുന്ന ഇടങ്ങളിലേക്ക് മനുഷ്യന്മാര് കടന്നു വരും. അതിങ്ങനെ ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്ന കാലം വരും. ഇതൊക്കെ അന്ത്യനാളിന്റെ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. 5ാമത്തെ കാര്യം എന്താണെന്നറിയോ സഹോദരങ്ങൾ? ശിക്ഷ എന്ന നിലക്ക് എന്താ, ഒരുപക്ഷെ ഈ ഒരു പരീക്ഷണങ്ങളൊക്കെ ആയേക്കാം. എന്നാൽ എല്ലാം ശിക്ഷ എന്ന് പറയാനും സാധ്യമല്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് നമ്മൾ, ഇത് ശിക്ഷയാണ് അവർക്ക് കിട്ടിയത്, വയനാടിൽ നടന്ന അവർക്ക് ശിക്ഷയാണ് പറയാൻ നമ്മളെ കൊണ്ട് പാടില്ല. അല്ലെങ്കിൽ ഇന്നത് ശിക്ഷയാണ് നമ്മളെ കൊണ്ട് പാടില്ല. അതൊക്കെ ഓരോരുത്തർ എന്ത് ചെയ്യണം? ഒരുപക്ഷെ ഇതൊന്നും കിട്ടാതിരിക്കൽ നമുക്കുള്ള ശിക്ഷയായിരിക്കും. എന്ത്, ഇതൊന്നും അനുഭവിക്കാതെ എല്ലാ സുഖങ്ങളിലും എപ്പോഴും കഴിഞ്ഞു കൂടിപ്പോയി അള്ളാന്റെ അടുക്കൽ ചിലപ്പോ ഇതിനൊക്കെ കണക്ക് പറഞ്ഞ് റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാതെയാകുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ അള്ളാഹ് ഉണ്ടാക്കിയാലോ സഹോദരങ്ങളെ, എത്ര വലിയ ഗൗരവമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. 6ാമത്തെ കാര്യം എന്താണെന്നറിയോ? മനുഷ്യരുടെ കൈകൾ കാരണമാണ് പല കുഴപ്പങ്ങൾക്കും കാരണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ അത് സമ്പാദിച്ചതിന്റെ കാരണമായി കൊണ്ടാണ്. വമാ അസ്വാബകും മിൻ മുസീബ,
ഒരു മുസീബത്തും നിങ്ങളെ ബാധിക്കുന്നില്ല, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണം കൊണ്ടല്ലാതെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് പോലും അല്ലെ പല പേരുകളിൽ കടന്നു വരികയാണ്. ഇന്നിപ്പോ ഇങ്ങനെ വരുമ്പോ കേച്ചേരി ടൗണിൽ അവിടെ ഒരു ഫ്ലെക്സ് കണ്ടു, ഏതോ ഉറൂസിന്റെ നേർച്ചയുടെ അല്ലെ മാമാങ്കങ്ങൾ നടക്കുന്നു ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിട്ടാണ്. ഷിർക്കിന്റെ കേന്ദ്രങ്ങളായി ഖബർസ്ഥാനുകളെ മാറ്റുന്ന ദുരവസ്ഥ ഷിയാക്കളും അതുപോലെ യഹൂദികളും ക്രിസ്ത്യാനികളും ഒക്കെ നടത്തിയിരുന്ന ആ ഷിർക്കിന്റെ ഏർപ്പാട് മുസ്ലിം സമൂഹത്തിലേക്കും കൊണ്ടുവന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് മരിക്കാൻ കിടക്കുമ്പോൾ പോലും, അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പോലും അവസാനം പറഞ്ഞ കാര്യം എന്താണ്? അല്ലാഹ് ശപിക്കട്ടെ എന്നാണ്. അല്ലാഹ് ശപിച്ചു എന്നാ പറഞ്ഞത്. ആരെ? അൽ യഹൂദ വന്നസ്വാറ, ജൂത നസ്രാനികളെ. വെറുതെ ശപിച്ചതല്ല. പിന്നെ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അമ്പിയാക്കളുടെ ഖബറിനെ സുജൂദിന്റെ കേന്ദ്രാക്കി. അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ് അള്ളാന്റെ അടുക്കൽ ദറജ കൊണ്ട് വലുത്. അമ്പിയാക്കൾ തന്നെയാണ്, അമ്പിയാക്കൾ തന്നെയാണ്. ഈസാ നബിയെ എന്നാണ് ക്രിസ്ത്യാനികൾ വിളിച്ചത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു അവർ നരകത്തിലാണ്. എന്തേ കാരണം? ഈസാ നബിയെ എന്നല്ല വിളിക്കേണ്ടത്, ഈസാ നബി പരിചയപ്പെടുത്തിയ അല്ലാഹ്. ഈസാ നബി പ്രാർത്ഥിക്കാൻ ജനങ്ങളെ പഠിപ്പിച്ച അല്ലാഹുവിനെ നിങ്ങൾ വിളിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. നബിമാരെ പോലും വിളിച്ച സമൂഹത്തെ അള്ളാന്റെ ശാപുണ്ടെന്ന് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായി. ഇതിലപ്പുറം എങ്ങനെ പഠിപ്പിക്കുക സഹോദരങ്ങളെ? ഇതിലപ്പുറം എന്ത് ക്ലാരിറ്റിയാണ് വേണ്ടത്? ഖബറിൽ പോകാൻ പറ്റൂല, അഥവാ ഖബറിൽ ആരാധനയുടെ ഭാഗമായിട്ട് അവരോട് ദുആ ചെയ്യാൻ പോകാൻ പറ്റൂല എന്ന് ഇതിലപ്പുറം എങ്ങനെ ക്ലാരിറ്റി വേണം? അപ്പാന്റെ ഖബറിലോ അതല്ലെങ്കിൽ ഉമ്മാന്റെ ഖബറിലോ അതല്ലെങ്കിൽ കുടുംബക്കാരുടെ ഖബറിലോ ഒക്കെ ചെന്നൊരു സലാം പറയുന്നതിനോ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനോ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവിടെ നടക്കണത്. അതൊന്നല്ലല്ലോ. പച്ച പുതച്ച് ചന്ദനത്തിരി കത്തിച്ച് മെഴുകുതിരി കത്തിച്ച് വിളക്ക് കത്തിച്ച് അല്ലേ തവാഫ് ചെയ്ത് പല പൂജകളും പല ഏർപ്പാടുകളും ആരാധനകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്ന. ആനയും അമ്പാരിയും അതിന്റെ പുറത്തുള്ള അല്ലെ പല നിലക്കുള്ള ആചാരങ്ങളും കൊടിയുയർത്തലും, ആ കൊടിയുയർത്തലിന് പ്രത്യേക ഷർത്തും പ്രത്യേക നിബന്ധനകളും. സഹോദരങ്ങളെ, ആരെ പഠിപ്പിച്ച് ഇതൊക്കെ? മാതൃക വേണ്ടേ? മാതൃകയില്ല. ഇസ്ലാമിൽ ഏതൊരു കർമ്മവും അത് കൃത്യമായി പഠിപ്പിച്ചിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അവിടത്തെ കണ്ടുപഠിച്ച സ്വഹാബത്ത് അത് കൃത്യമായി ചാണിന് ചാണായും മുഴത്തിന് മുഴമായും സ്വീകരിച്ചാചരിച്ച് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരാരും പഠിപ്പിക്കാത്ത ഇങ്ങനെയുള്ള ശിർക്കൻ അനാചാരങ്ങൾ ബിദ്അത്തുകൾ വലിച്ചെറിയൽ നിർബന്ധമാണ് മുസ്ലിം സമൂഹത്തിന്. അത് നമ്മുടെ മേലുള്ള ശിക്ഷകൾ കടന്നു വരാതിരിക്കാനുള്ള കാരണം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏഴാമത്തെ കാര്യം എന്തെന്നറിയ സഹോദരങ്ങളെ, നമ്മുടെ അവസരം മുതലെടുക്കുന്നവർ യഥാർത്ഥത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞത്, ദുരിതങ്ങളൊക്കെ വരുമ്പോ ചില യുക്തിവാദികളൊക്കെ ചോദിക്കും, ദൈവം എവിടെ, അല്ലാഹ് എവിടെ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വിചാരിച്ച് ഇതൊക്കെ തടയായിരുന്നല്ലോ എന്നൊക്കെ പലരും ചോദിക്കും. ചില ചെറുപ്പക്കാർ വരെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, എന്തിപ്പോ അള്ളാഹ് കണ്ട് തടഞ്ഞ പോലെ, ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ ഇടങ്ങേറാക്കണം എന്തിനാണ്? അപ്പൊ ഇടങ്ങേറാക്കാൻ വേണ്ടിയാണോ അള്ളാഹ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അവരോട് തിരിച്ചു ചോദിക്കേണ്ടത്, പിന്നെ അള്ളാഹ് എന്തിനാ സൃഷ്ടിച്ചത്? നീ ഒന്ന് പറയ്, എന്തിനാ അള്ളാഹ് സൃഷ്ടിച്ചേ? അള്ളാഹ് സൃഷ്ടിച്ചത് അള്ളാഹിനെ വഴിപ്പെട്ട് ജീവിക്കാനാണെങ്കിൽ ആ അള്ളാഹുവിനെ വഴിപ്പെടുന്നിടത്ത് നീ എത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്? അല്ലേ? ഒരു ചോദ്യല്ലേ? ആ ചോദിച്ച മനുഷ്യനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യല്ലേ, നീ എത്ര ശ്രദ്ധിക്കുന്നുണ്ട്? ഇന്നത്തെ സുബഹി നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ഉദാഹരണം നീ നിന്റെ ജീവിതത്തോട് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ആലോചിക്കണം, ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷേ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നിടത്ത്, ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് നല്ല പ്രയാസമുണ്ട്. അത് അങ്ങനെ തന്നെ ആ പ്രയാസത്തോടു കൂടിയൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹ് സ്വർഗം തരാമെന്ന് പറഞ്ഞത്. എട്ടാമത്തെ കാര്യം എന്തെന്നറിയോ? എട്ടാമത്തെ കാര്യം, വിശ്വാസികൾക്ക് മാത്രമാണ് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പറ്റുകയുള്ളൂ, ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ. ഒരു മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. അവൻ ഏത് കാര്യവും അവന്റെ മേൽ വന്നാലും അതൊക്കെ ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ അല്ലാതെ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യല്ല. അവനൊരു സന്തോഷം വന്നാലോ ശക്കറ, അവൻ നന്ദി കാണിക്കും. ഫദാലിക ഖൈറല്ല, അതവന് ഖൈറാണ്.
ഇനിയൊരു പ്രയാസം വന്നാലോ സ്വബറ, അവൻ ക്ഷമിക്കും, ഫക്കാന ഖൈറല്ല, അതവന് ഖൈറാണ്. ഇതൊരു മുഅ്മിന് മാത്രമാണ് ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് 9ാമത്തെ കാര്യം പറയാനുള്ളത് വിവേകമതികളാവുക എന്നതാണ്. ഇത്ര വലിയ ഉരുൾപൊട്ടലുണ്ട് എന്ന വാർത്ത വന്നാലും, വലിയ പ്രയാസങ്ങളാണ്, നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശങ്ങൾ വന്നാലും കുടുംബമായിട്ട് പോകണം. എങ്ങോട്ടാ? മൂന്നാറ്. എവിടെ പോയേക്കണേ? ഞാൻ ഇന്നലെ ഊട്ടിയിലായിരുന്നു. എവിടെയാ? കൊടൈക്കനാലാണ്. ഹൈ പോകണ്ടെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഇത്രയും പ്രയാസങ്ങളുള്ള ഈ സമയത്ത് നിങ്ങളൊക്കെ ഒന്ന് വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞ് സ്കൂൾ പോലും അവധി കൊടുത്ത് വീട്ടിലിരുത്തുമ്പോ മക്കളായിട്ട് കുടുംബമായിട്ട് ഇങ്ങനെ കറങ്ങണം. എന്നിട്ടോ അതൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ദേ ഞങ്ങൾ ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ, ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, എന്നിട്ട് പറയണം ഒരു കുഴപ്പമില്ല. സഹോദരങ്ങളെ, എന്താണ് ഇവരൊക്കെ ആലോചിക്കുന്നത്? എന്താണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്? അല്ലേ? എന്ത് അഹങ്കാരമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രവണതയിലുള്ളത് സഹോദരങ്ങളെ. അവിടെ ആലോചിക്കേണ്ടത്, ഞാൻ ആ പോകണ പൈസ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണമെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് മാറ്റം കൊടുക്കാലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ നടന്ന് സ്റ്റാറ്റസ് ഇട്ട് അതൊക്കെ വലിയ ഷെയറൊക്കെ നടത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ചിന്തിക്കണം. അവധി കൊടുക്കുന്നത് എന്തിനല്ല? ആസ്വദിക്കാനോ കറങ്ങി നടക്കാനോ അല്ല. അത് സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. എന്നാൽ അതിൽ ഉറപ്പുണ്ടോ? അതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. നമ്മുടെ ഭാഗത്ത് നിന്ന് അതൊക്കെ വേണം. മക്കൾ ഈ സമയത്ത് പുഴയിൽ പോകാൻ പറ്റൂല, വീട്ടുകാർ ശ്രദ്ധിക്കണം. കുളത്തിൽ പോകണ്ട, വീട്ടുകാർ ശ്രദ്ധിക്കണം. എന്നിട്ടോ അവിടെയൊക്കെ മക്കൾ പോയിട്ട് വെള്ളത്തിൽ കളിയാണ്, അല്ലെ? വെള്ളത്തിൽ കളിക്ക, പുഴയിൽ പോവുക. എന്നിട്ട് അത് ഒരു കുട്ടി അങ്ങോട്ട് ഒലിച്ചു പോയപ്പോ എന്താ പറ്റണേ? പിന്നെ നാട്ടുകാരും, അല്ലെ, ഇവിടത്തെ എല്ലാവരും അതിന്റെ പുറകെ. നമ്മൾ അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഒരു കുടുംബത്തില് നമ്മുടെ മക്കളെയൊക്കെ എന്ത് ചെയ്യണം? പോകണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിരുത്തണം. അവധി ദിവസമാണ്, വീട്ടിലിരിക്കണം, പുറത്തിറങ്ങണ്ട. പ്രയാസങ്ങളാണ്, പലതും സംഭവിക്കാം. മരങ്ങൾ ഒടിഞ്ഞു വീഴാം, കടപൊഴുകി വീഴാം, ഒക്കെ സംഭവിക്കാം. ഇനി ഉസ്താദ് വീട്ടിലിരുന്നപ്പോ വീട്ടിലേക്ക് എന്തെങ്കിലും വീണാലോ? അതും വരാം. നമ്മൾ ശ്രദ്ധിച്ചിട്ട് ബാക്കി വന്നാൽ നമ്മൾ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനില്ല. നമുക്ക് പറയാലോ മനസ്സിൽ, എന്താണ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാലോ. അതിനെങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നമ്മളെല്ലാം കരുണയുള്ളവരായി തീരണം. കരുണ കാണിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു കരുണയുടെ ഒരു കടാക്ഷം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ ആജ്ഞ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞത് പ്രളയങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ കേൾക്കുമ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കേണ്ട കുറെ ഗുണപാഠങ്ങളും കുറെ ചിന്തകളുമാണ് നമ്മൾ ആദ്യ ഖുത്ബയിൽ പങ്കുവച്ചത്. അവസാനം പറഞ്ഞ കാര്യം കരുണയുള്ളവരാവുക എന്നതാണ്. പലപ്പോഴും നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുണ്ട്. ആരാന്നറിയാം? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ വ്യക്തിയുടെ തലോടലും തല്ലലും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആരാണ്? നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ച അധ്യാപകൻ. ഇല്ലേ? അങ്ങനെ ഒരു അധ്യാപകൻ ഉണ്ടായിട്ടില്ല? നമുക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. വളരെ റയറായ ചില ആളുകൾക്ക് മാത്രം എന്തെങ്കിലും അങ്ങനെ ഒരു അധ്യാപകനെ പറയാൻ പറ്റാതെ വരികയുള്ളൂ. ബാക്കി എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ തലോടി പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം, അല്ലേ? പണ്ടൊക്കെ അദ്ദേഹം പഠിപ്പിച്ച ആ അലിഫിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഖുർആൻ ഓതുന്നത്. അദ്ദേഹം പഠിപ്പിച്ച അക്ഷരങ്ങളാണ് ഇന്ന് ദീനിന്റെ പലയിടങ്ങളിലും നമുക്ക് വലിയ ഗുണങ്ങൾ നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ കേട്ടത്, ഒരു അധ്യാപകൻ തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ്. വലിയ കടങ്ങൾ വന്നിട്ട്, എന്താണ് കാരണങ്ങളൊന്നൊന്നല്ല. അദ്ദേഹം പലരോടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രയാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രയാസങ്ങളൊന്നും കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല.
എല്ലാവരും തിരക്കിലായിരുന്നു. എന്തിന്റെ തിരക്കിലാണ്? 2-3 കോടി രൂപയുടെ പൊങ്ങച്ചമുള്ള പള്ളികൾ ഞങ്ങളുടെ നാട്ടിലാണ് എന്ന് പറയിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു അല്ലേ? പള്ളികൾ മോടി കൂട്ടുമ്പോഴും പള്ളികളുടെ വിശാലതകൾ വർദ്ധിപ്പിക്കുമ്പോഴും അവിടെ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരുടെ അവസ്ഥ എന്താണ് എന്ന് ഒരു വേള നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇടക്കൊക്കെ നല്ലതാണ് നമ്മുടെയൊക്കെ സ്ഥാപനത്തിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയൊക്കെ വീട്ടിലൊന്ന് പോയോക്ക്, വെറുതെ ഒന്ന് പോകാം, ഇടക്കൊന്ന് ഞങ്ങളൊന്ന് വരണുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഒന്ന് ചെല്ലല് നല്ലതാണ്. എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അല്ലെ? വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദ്രസയിലെ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആരായിക്കോട്ടെ, ആ അധ്യാപകന്റെ വീടുകളിൽ നിങ്ങളൊന്ന് യാത്ര ചെയ്താൽ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകും. പല അധ്യാപികമാരും വീടുകളില്ലാത്തവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. വീടുകൾ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കൂട്ടിയിട്ടാണ് കൂടണില്ല എന്ന് ചില അധ്യാപകരൊക്കെ നമ്മളിങ്ങനെ പേഴ്സണലി സംസാരിക്കുമ്പോൾ അവർ പറയാറ് കൂട്ടിയിട്ടാണ് കൂടണില്ല. കാരണം കുറെ ചെലവുകളാണ്, ഇത്ര പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്, എങ്ങനെ നടക്കാനാണ്. ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്, പെണ്ണുങ്ങൾ എന്നിട്ട് മദ്രസയിൽ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്, അതും കൂടി ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടും എന്ത് ചെയ്യണില്ല, അതൊക്കെ പോകാൻ പറ്റണില്ല. പക്ഷെ നമുക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അല്ലാഹ് തരും, അള്ളാഹിനെ പ്രതീക്ഷിച്ച് വല്ലാത്ത പ്രതീക്ഷയിൽ ഈമാനൊക്കെ ഉൾക്കൊണ്ട് അവർ ജീവിക്കാണ്. ഞാൻ പറഞ്ഞത് അവരെയൊക്കെ ഒന്ന് കൈത്താങ്ങുന്നിടത്ത് നമുക്കൊരു അവസരം വന്നിട്ടുണ്ട് എന്ന്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിലുള്ള മദ്രസ അധ്യാപകർക്ക് അവരുടെ ക്ഷേമ പെൻഷനുകൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംവിധാനിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഈ ഒരു സംഘടനയുടെ കീഴിൽ ആ മദ്രസ അധ്യാപകർക്ക് ഇത് സംവിധാനിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ 16ഓളം വീടുകൾ മദ്രസ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് പണിഞ്ഞു കൊടുക്കാൻ പറ്റി എന്നുള്ളത് അൽഹംദുലില്ലാ അത് വലിയൊരു കാര്യമാണ്. അതുപോലെ രോഗികളായ അധ്യാപകർക്ക് ആ രോഗത്തിനുള്ള മരുന്ന് വാങ്ങാൻ, അതുപോലെ പല വിധത്തിലും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നിടത്ത് ഈ ഫണ്ട് ഉപകാരപ്പെടുന്നുണ്ട്. ഇനിയും ധാരാളം അപേക്ഷകൾ അവിടെ വന്ന് കെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷെ പണത്തിന്റെ കുറവ് അതൊക്കെ പരിഹരിക്കുന്നിടത്തുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഒരു കൈത്താങ് അവരുടെ വിഷയത്തിൽ ഉണ്ടായിരിക്കണം. അതിലൊരു കുറവും വരുത്താൻ നമുക്ക് പാടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് പള്ളിയുടെ ഒരു പിരിവ് അതായിട്ട് എടുക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്നതിന്റെ പരമാവധി അവരുടെ വിഷയത്തിൽ, എന്നെ ദീൻ പഠിപ്പിച്ച അധ്യാപകൻ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഇതൊരു നല്ലൊരു അധ്യാപകന് എന്റെ വകയായിരിക്കട്ടെ എന്ന് ചിന്തിച്ച് സഹോദരങ്ങളെ നമ്മുടെ ഒരു വിഹിതം കൊടുക്കുന്നിടത്ത് നാം ഒരു കുറവും വരുത്താതെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നാളെ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ അല്ലാഹു നമുക്ക് ഏറ്റി നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ക്ഷമിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അറുതി വരുത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ഇടയിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെ രോഗങ്ങൾ ശിഫയായി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിച്ച് അത് പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഒക്കെയാക്കി അല്ലാഹു ഉയർത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ഈമാനും ആയുസ്സും ആഫിയത്തും ഒക്കെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أدخلنا الجنة اللهم أدخلنا الجنة اللهم أدخلنا الجنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك.